അതെ, നമ്മൾ ഈ ഗസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ അത് രാജസ്ഥാനിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്യുവർ പൊടിക്കാറ്റായിട്ട് തന്നെ ആയിരിക്കും. മഴയില്ലാത്തതുകൊണ്ട് എല്ലായിടത്തും അത് കാറ്റായിട്ടാണ്. ഈ ഗസ്റ്റിനാഡോ അല്ലെങ്കിൽ ആന്തീസ് എന്നൊക്കെ പറയും ലോക്കലി. അപ്പം ഇവിടെ സംഭവിക്കുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഈ ക്ലൗഡിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഉള്ള ഒരു വായുപ്രവാഹം വരുന്നുണ്ട്. ഈ വായുപ്രവാഹം നമ്മുടെ ഉപരിതലത്തിലെത്തിയിട്ട് സ്പ്രെഡ് ഔട്ട് ആവും. അപ്പം മഴ പെയ്യുന്നത് ഇതിൻ്റെ വേറൊരു ഭാഗത്തായിരിക്കും. ഒരു ക്ലൗഡിൻ്റെ ഒരു ഭാഗത്തായിരിക്കും മഴ പെയ്യുന്നത്. കാറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് വേറൊരു ഭാഗത്തായിരിക്കും. കാറ്റടിക്കുന്നിടത്ത് മഴ ഉണ്ടാകത്തില്ല. ആ പ്രദേശത്ത് ഈ പറഞ്ഞ പോലെ പൊടിക്കാറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. സർഫസിലുള്ള പൊടിപടലങ്ങളും എല്ലാം പരത്തുന്ന രീതിയിലായിരിക്കും ആ കാറ്റ് പ്രവഹിക്കുന്നത്. അതേസമയം പീക്ക് സമ്മറിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ലോക്കൽ ചുഴലികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ടൊർണാഡോ പോലുള്ള ഈ ചെറിയ ചുഴലികൾ, ടൊർണാഡോ അല്ല, ഈ ഗസ്റ്റിനാഡോ പോലുള്ള ഗസ്റ്റ് കാരണം ഉണ്ടാകുന്ന ചുഴലികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്ലൗഡിൽ നിന്ന് വരുന്ന കാറ്റ് ഗസ്റ്റ് വിൻഡ് കാരണം ഉണ്ടാകുന്നതാണ്.